കോഴിക്കോട് കക്കയം ഡാം സൈറ്റ് റോഡിൽ നടത്തിയ തെരച്ചിലിൽ കടുവയെ കണ്ടെത്താനായില്ല. കക്കയം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിൽ തുടരും. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഇന്നും തെരച്ചിൽ തുടരും കടുവയ്ക്കായി. ഒപ്പം തന്നെ ജില്ലയിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണല്ലോ. ഈ മട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വനം വകുപ്പ് നൽകിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. തീർച്ചയായും ഇന്ന് 10 മണിയോട് കൂടിയായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക. ഇന്നലെ നടത്തിയ തിരച്ചിൽ കാര്യമായ ഒരു ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. RRT സംഘം എത്തിക്കൊണ്ടായിരിക്കും പരിശോധന നടത്തുക. അതായത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഒരു വിദ്യാർത്ഥി ഇവിടെ വെച്ചുകൊണ്ട് കടുവയെ കണ്ടു എന്ന കാര്യം അറിയിച്ചത്. ബൈക്കിൽ പോകുകയായിരുന്നു വിദ്യാർത്ഥി. ആ വേളയിലാണ് കടുവയെ കണ്ടു എന്നുള്ള കാര്യം ഈ കുട്ടി അറിയിക്കുകയും പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത് ക്രിസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കക്കയം. അതുകൊണ്ട് തന്നെ അവിടേക്ക് നിരവധി സഞ്ചാരികൾ എത്തുന്നുമുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ വാഹനം നിർത്തിക്കൊണ്ട് പുറത്തിറങ്ങുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാനോ മറ്റൊക്കെ ആവശ്യങ്ങൾക്കൊന്നും ഉൾഭാഗത്തേക്ക് പോകരുത് തുടങ്ങിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തനിച്ച് അവിടെ നടന്നുകൊണ്ട് യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ പരിശോധന ഉടൻ തന്നെ ആരംഭിക്കും. കടുവയുടെ കാൽപ്പാടുകൾ അതുപോലെ തന്നെ സാന്നിധ്യം ഉൾപ്പെടെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ കൂട് വെക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നാണ് കക്കയം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ KCBയുടെ ഒരു മേഖല കൂടിയാണ് അവിടെ. അതുകൊണ്ട് തന്നെ KCB ഉദ്യോഗസ്ഥരും ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഡാം സൈറ്റിൽ വിനോദസഞ്ചാരികളായി എത്തുന്നവർ എന്തായാലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.